നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2-ാം തീയതി തൃശ്ശൂരിലെത്തുന്നു. BJP സംഘടിപ്പിക്കുന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത് എങ്കിലും ഒരുപക്ഷെ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ BJPയുടെ പ്രചരണ പരിപാടികളുടെ തുടക്കം കുറിക്കുന്നതായിരിക്കും എന്നുള്ളത് തന്നെയാണ് സൂചന. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് അത് കേരളത്തിൽ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ്. അവർക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ പ്രാദേശികമായ പരിപാടികളൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസിനും ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പൂർണ്ണമായും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സ്ഥലമല്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ച് CPIക്കാണ് ഈ മണ്ഡലം ലഭിക്കുക. അതനുസരിച്ച് ആരാണ് മത്സരിക്കുക എന്നുള്ളത് ഇനിയും നിശ്ചയമായിട്ടില്ലെങ്കിലും മുൻ മന്ത്രി VS സുനിൽകുമാർ ആയിരിക്കും ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥി എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ടൊക്കെ തന്നെ തൃശ്ശൂർ ഒന്ന് ശക്തിയായി ശ്രമിച്ചാൽ BJPക്ക് സുഖമായി പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇക്കുറി അടുത്ത വർഷം ആദ്യം പുതുവർഷത്തിൽ കേരളത്തിലെ ആദ്യ പരിപാടി തന്നെ തൃശ്ശൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരുവിധ സ്ഥിരീകരണവും ഇനിയും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഉത്തരേന്ത്യക്കൊപ്പം തന്നെ തെക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വന്നിരുന്നു. നരേന്ദ്രമോദി ഒരുപക്ഷെ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെ നേരത്തെ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഇവിടവും കോൺഗ്രസിൻ്റെ വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് കന്യാകുമാരി. ഇപ്പോഴും വളരെ വർഷം മുതൽ തന്നെ കോൺഗ്രസ്സിന് ശക്തമായ അടിവേരുകളുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെ നിന്ന് കൂടി മത്സരിച്ച് ജയിക്കാൻ പ്രധാനമന്ത്രി ശ്രമിച്ചുകൂടുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒപ്പം കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ തന്നെയാണ് അവർ പ്രധാനമായി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രധാനമന്ത്രി അന്ന് അവിടെ എത്തുന്നത്. അദ്ദേഹം അന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും അവിടെ നടത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിരവധി പ്രമുഖരായ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷക ഘടകം. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂരിനെ എടുക്കാൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും അത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ യോഗമാണെങ്കിൽ പോലും അത് ഒരുപക്ഷെ അതൊരു അടുത്ത വർഷത്തെ 2024 BJPയുടെ രാഷ്ട്രീയ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമ്മേളനമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കേരളത്തിൽ ഇത്തവണയെങ്കിലും BJP സീറ്റുകൾ നേടണം എന്ന വളരെ കർശനമായ നിർബന്ധം BJP കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ട്. 3 സീറ്റെങ്കിലും നേടണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതായൊക്കെ പറയപ്പെട്ടിരുന്നു. ഇക്കുറിയെങ്കിലും കേരളത്തിൽ നിന്ന് ലോക്സഭാ സീറ്റെങ്കിലും നേടിയില്ലെങ്കിൽ BJPയുടെ കേരള ഘടകവും ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ BJP കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെ ആയിരിക്കാം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ഏകോപനം നടത്തുന്നത്. അതിനുവേണ്ടി തന്നെയായിരിക്കാം കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കേരളത്തിലേക്ക് അയക്കുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചും BJP സംസ്ഥാന ഘടകത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ ധാരണ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ കർശനമായ നിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു തുടക്കമായി തന്നെ കാണേണ്ടി വരും. കേരള രാഷ്ട്രീയം ഏതായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച്.